നമുക്ക് കോസ്റ്റിംഗിന്റെ ഏറ്റവും അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? അപ്പോൾ എന്താണ് ഈ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്? ഒരു ചിലവ്, അതായത് ഒരു കോസ്റ്റ്, അതിനെ നിർണ്ണയിക്കുന്ന അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ഏതൊരു ബിസിനസ് എടുത്താലും അതിലെ കോസ്റ്റിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ 3 തൂണുകളാണ്. 1 റോ മെറ്റീരിയൽസ്, അതായത് അസംസ്കൃത വസ്തുക്കൾ. 2 ലേബർ, അതായത് തൊഴിലാളികളുടെ കൂലി. 3 എക്സ്പെൻസസ്, മറ്റെല്ലാ ചെലവുകളും. ഇത് ശരിക്കും നമ്മളൊരു കറി ഉണ്ടാക്കുന്നത് പോലെയാണ്. അതിന്റെ ചേരുവകൾ, അതുണ്ടാക്കാൻ എടുക്കുന്ന നമ്മുടെ സമയം, പിന്നെ ഗ്യാസ്, പാത്രം പോലുള്ള മറ്റു ചെലവുകൾ. കണ്ടില്ലേ? ഈ ഘടകങ്ങൾ എല്ലായിടത്തും ഒരുപോലെയാണെങ്കിലും ഓരോ ബിസിനസ്സിലും ഇത് കണക്കുകൂട്ടുന്ന രീതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇനി നമുക്ക് കോസ്റ്റിംഗിന്റെ പലതരം രീതികളിലേക്ക് കടക്കാം. ഇതൊരു ടൂൾ ബോക്സ് പോലെയാണെന്ന് വിചാരിച്ചോളൂ. ഓരോ പ്രത്യേക ജോലിക്കും ഓരോ ഉപകരണം വേണ്ടേ? അതുപോലെ ഓരോ തരം ബിസിനസ്സിനും ഓരോ കോസ്റ്റിംഗ് രീതിയാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യത്തേത് ജോബ് കോസ്റ്റിംഗ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് ഓരോ പ്രത്യേക ജോബിനു വേണ്ടിയുള്ളതാണ്. അതായത് ഓരോ ജോലിയെയും ഒരു പ്രത്യേക കോസ്റ്റ് യൂണിറ്റായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വലിയ കമ്പനിക്ക് വേണ്ടി ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ കെട്ടിടം പണിയുമ്പോൾ ആ ഓരോ പ്രോജക്റ്റിനും വരുന്ന ചെലവ് പ്രത്യേകം കണക്കാക്കാൻ ഇത് ഉപയോഗിക്കും. അടുത്തത് ബാച്ച് കോസ്റ്റിംഗ്. ഇത് ശരിക്കും ഒരു ബേക്കറിയിൽ കുക്കീസ് ഉണ്ടാക്കുന്നത് പോലെയാണ്. ഒരേപോലെയുള്ള ഒരു കൂട്ടം ഉൽപ്പന്നങ്ങളെ ഒരു ബാച്ചായി കണക്കാക്കിയിട്ട് ആ ഒരു ബാച്ചിന്റെ മൊത്തം ചെലവ് കണ്ടെത്തുന്നു. ഫാർമ, കെമിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെ ഇത് സാധാരണയായി ഉപയോഗിക്കുന്ന ഒന്നാണ്. ഉദാഹരണത്തിന്, ഒരു ബാച്ച് മരുന്നുണ്ടാക്കാനുള്ള ചെലവ്. ഇനി ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ഒരു ഉൽപ്പന്നം പല ഘട്ടങ്ങളിലൂടെ, അതായത് ഓപ്പറേഷനുകളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഒരു കാർ നിർമ്മാണം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം സ്റ്റീൽ മുറിക്കുന്നു, പിന്നെ അത് പ്രസ് ചെയ്യുന്നു, വെൽഡ് ചെയ്യുന്നു, പെയിന്റ് ചെയ്യുന്നു, അവസാനം അസംബിൾ ചെയ്യുന്നു. ഇവിടെ ഈ ഓരോ ഘട്ടത്തിലെയും ചിലവ് വെവ്വേറെയാണ് കണക്കാക്കുന്നത്. അടുത്തതാണ് പ്രോസസ് കോസ്റ്റിംഗ്. ഇത് ഒരു പുഴ ഒഴുകിപ്പോകുന്നത് പോലെയാണ്. അതായത് തുടർച്ചയായി ഉൽപ്പാദനം നടക്കുന്ന ഇൻഡസ്ട്രികളിലാണ് ഇത് ഉപയോഗിക്കുക. ഇവിടെ അസംസ്കൃത വസ്തുക്കൾ പല പ്രോസസ്സുകളിലൂടെ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കും. ഓരോ പ്രോസസ്സിനും വരുന്ന ചിലവ് കണക്കാക്കും. പേപ്പർ, തുണി, സോപ്പ് ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിൽ ഈ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. യൂണിറ്റ് ഓർ സിംഗിൾ ഔട്ട്പുട്ട് കോസ്റ്റിംഗ്. ഇതാണ് ഏറ്റവും ലളിതമായ രീതി. ഒരു കമ്പനി ഒരേപോലെയുള്ള ഒരൊറ്റ ഉൽപ്പന്നം മാത്രം തുടർച്ചയായി നിർമ്മിക്കുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ കണക്കുകൂട്ടൽ വളരെ എളുപ്പമാണ്. ആകെ വന്ന ചിലവിനെ ഉണ്ടാക്കിയ യൂണിറ്റുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഒരു യൂണിറ്റിന്റെ ചെലവ് കിട്ടും. സിമന്റ്, ഇഷ്ടിക നിർമ്മാണം ഇതൊക്കെ ഇതിന് നല്ല ഉദാഹരണങ്ങളാണ്. അവസാനമായി മൾട്ടിപ്പിൾ ഓർ കോമ്പോസിറ്റ് കോസ്റ്റിംഗ്. ഇത് ശരിക്കും ഒരു സദ്യ പോലെയാണ്. പലതരം വിഭവങ്ങൾ ചേരുമ്പോഴല്ലേ സദ്യ പൂർണ്ണമാകുന്നത്? അതുപോലെ ഒരുപാട് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന വലിയ ഉൽപ്പന്നങ്ങൾക്ക് ഒരൊറ്റ കോസ്റ്റിംഗ് രീതി മാത്രം മതിയാവില്ല. ഒരു കാർ അല്ലെങ്കിൽ വിമാനം നിർമ്മിക്കുമ്പോൾ എഞ്ചിനൊരു രീതി, ബോഡിക്ക് മറ്റൊരു രീതി, ഇലക്ട്രോണിക്സിന് വേറൊരു രീതി, അങ്ങനെ പല കോസ്റ്റിംഗ് രീതികൾ ഒരുമിച്ച് ഉപയോഗിക്കേണ്ടി വരും. ഇത് ജോബ്, പ്രോസസ്, യൂണിറ്റ് കോസ്റ്റിംഗ് ഇതിൻ്റെയൊക്കെ ഒരു മിക്സാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് ചിലവ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള രീതികളാണ്. എന്നാൽ ചിലവ് കണ്ടെത്തിയാൽ മാത്രം മതിയോ? പോരാ. അതിനെ എങ്ങനെ വിശകലനം ചെയ്യാം, എങ്ങനെ നിയന്ത്രിക്കാമെന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനാണ് നമ്മൾ കോസ്റ്റിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നത്. ഈ കോസ്റ്റിംഗ് ടെക്നിക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണമാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കാറിന്റെ റിയർ വ്യൂ മിറർ പോലെയാണ്. അതായത് മുൻപ് സംഭവിച്ച ചിലവുകളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒരു GPS പോലെയാണ്. നമ്മളൊരു മാതൃകാ ചിലവ് മുൻകൂട്ടി അങ്ങ് സെറ്റ് ചെയ്യും. എന്നിട്ട് യഥാർത്ഥത്തിൽ വന്ന ചിലവുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് എവിടെയാണ് പിഴച്ചത്, എവിടെയാണ് നഷ്ടം വന്നതെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വേറെയും ചില പ്രധാന ടെക്നിക്കുകളുണ്ട്. നമുക്ക് വേഗത്തിലൊന്ന് നോക്കാം. മാർജിനൽ കോസ്റ്റിംഗ്, അതായത് 100 യൂണിറ്റ് ഉണ്ടാക്കിയതിനു ശേഷം 101ാമത്തെ ഒരു യൂണിറ്റ് കൂടി ഉണ്ടാക്കാൻ എത്ര അധികം ചെലവ് വരും എന്ന് കണ്ടെത്തുന്നു. പിന്നെ യൂണിഫോം കോസ്റ്റിംഗ്, ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ കമ്പനികളും ഒരേ കോസ്റ്റിംഗ് രീതി പിന്തുടരുക. അപ്പോൾ താരതമ്യം ചെയ്യാൻ എളുപ്പമാകും. ഡയറക്റ്റ് കോസ്റ്റിംഗ്, ഒരു പുതിയ പ്രോഡക്റ്റ് തുടങ്ങണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ അതിൻ്റെ നേരിട്ടുള്ള ചെലവുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയാണിത്. അടുത്തത് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ഇതിന്റെ പേര് പോലെ തന്നെ ഇതൊരു സ്പോഞ്ച് പോലെയാണ്. ഒരു ചിലവും വിട്ടുപോകാതെ ഉൽപ്പന്നത്തിലേക്ക് വലിച്ചെടുക്കുക, അതാണിതിന്റെ ലക്ഷ്യം. അതായത് നേരിട്ടുള്ളതും അല്ലാത്തതും സ്ഥിരമായതും മാറുന്നതുമായ എല്ലാ ചിലവുകളും ഉൽപ്പന്നത്തിന്റെ ഭാഗമാക്കുന്നു.
ഇനി വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ABC. ഇതിന്റെ ആശയം വളരെ ലളിതമാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എന്തെല്ലാം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആക്ടിവിറ്റികൾ നടക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്നു. രണ്ടാമതായിട്ട് ഓരോ ആക്ടിവിറ്റിക്കും എത്ര ചെലവ് വരുന്നു എന്ന് കണക്കൂട്ടുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഓരോ ഉൽപ്പന്നവും ഈ ആക്ടിവിറ്റികൾ എത്രത്തോളം ഉപയോഗിച്ചു എന്നതിനനുസരിച്ച് ആ ചെലവ് അങ്ങ് വീതിച്ചു നൽകുന്നു. ഈ ഒരു ആശയം ശരിക്കും മനസ്സിലാവാൻ ഒരു കിടിലൻ ഉദാഹരണം പറയാം. ഒരു മൾട്ടിപ്ലക്സിലെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടുത്തെ മൊത്തം കറണ്ട് ബില്ല് അതെങ്ങനെ വീതിക്കണം? വൈദ്യുതി ഉപയോഗിക്കുന്ന വീഡിയോ ഗെയിം പോലുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അതിൻ്റെ ഒരു പങ്ക് കൊടുക്കാൻ പാടുള്ളൂ, അല്ലേ? അല്ലാതെ അവിടെ ഒരു ബോട്ടിംഗ് സൗകര്യമുണ്ടെങ്കിൽ അതിന് വൈദ്യുതി വേണ്ടല്ലോ, അപ്പോൾ അതിന് കറണ്ട് ബില്ലിൻ്റെ ഒരു പങ്ക് കൊടുക്കുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. ഇതാണ് ഇത്രയുള്ളൂ ABC കോസ്റ്റിംഗിൻ്റെ ലോജിക്. വളരെ സിമ്പിൾ അല്ലേ? നമ്മൾ കോസ്റ്റിംഗിന്റെ രീതികളും ടെക്നിക്കുകളും കണ്ടു. എന്നാൽ ഇവയെല്ലാം ഓരോ കമ്പനിയും അവരവർക്ക് തോന്നിയ പോലെ ഉപയോഗിച്ചാൽ ശരിയാകുമോ? ഇല്ല. അവിടെയാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ വരവ്. ഇവ ഈ രംഗത്തെ ട്രാഫിക് നിയമങ്ങൾ പോലെയാണ്, എല്ലാവരും ഒരുപോലെ പാലിക്കേണ്ട നിയമങ്ങൾ. എന്തിനാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അഥവാ CAS? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാവരും ഒരേ ഭാഷ സംസാരിക്കാൻ വേണ്ടിയാണ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് രീതികളിൽ ഒരു ഏകീകൃത രൂപം കൊണ്ടുവരാൻ, സുതാര്യത ഉറപ്പാക്കാൻ, പിന്നെ മികച്ച കോസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ വികസിപ്പിക്കാനുമൊക്കെ ഇത് സഹായിക്കുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ശ്രദ്ധിച്ചോളൂ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, അതായത് ICMI, ഇതുവരെ എത്ര കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ പുറത്തിറക്കിയിട്ടുണ്ട്? ഉത്തരം 24. ഈ നമ്പർ തീർച്ചയായും ഓർത്തുവെക്കണേ. കൊള്ളാം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിന് മുൻപ് ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാം. റെഡിയല്ലേ? പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ 4 കാര്യങ്ങൾ മനസ്സിലുറപ്പിക്കുക. 1. കോസ്റ്റിന്റെ അടിസ്ഥാനം എപ്പോഴും 3 എണ്ണമാണ്: മെറ്റീരിയൽസ്, ലേബർ, എക്സ്പെൻസസ്. 2. ഏത് കോസ്റ്റിംഗ് രീതി വേണമെന്ന് തീരുമാനിക്കുന്നത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നമാണ്. 3. സ്റ്റാൻഡേർഡ് ABC പോലുള്ള ടെക്നിക്കുകൾ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നു. 4. CAS ആണ് ഈ രംഗത്ത് നിലവാരവും സുതാര്യതയും ഉറപ്പാക്കുന്നത്. അപ്പോൾ ഈ ടൂൾസ് എല്ലാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ഒരു ചോദ്യം. ഒരു ബാങ്കിന്റെ സ്വന്തം പ്രവർത്തനങ്ങൾ, ഉദാഹരണത്തിന് ഒരു പുതിയ മൊബൈൽ ആപ്പ് തുടങ്ങുന്നതിന്റെ ചിലവ്, അത് കൃത്യമായി വിലയിരുത്താൻ ഇതിലേതു കോസ്റ്റിംഗ് ടെക്നിക്കാണ് ഏറ്റവും മികച്ച ഉൾക്കാഴ്ചകൾ നൽകുക? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ പരീക്ഷാ തയ്യാറെടുപ്പിന് തീർച്ചയായും ഗുണം ചെയ്യും. നിങ്ങളുടെ JIAB പരീക്ഷയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. അടുത്ത തവണ കാണാം.